നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മീയത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്. നിങ്ങളിൽ ഒരു സ്പിരിച്വൽ സൈഡ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുകയെന്നറിയോ? ഇപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസ് ഉള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്കൊരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴൊക്കെ നമുക്ക് ഒരു കാറ്റിലും ആടി ഉലയാത്ത ഒരു ശ്രീകോവിൽ നമ്മുടെ മനസ്സിനുള്ളിൽ ബാക്കിയുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഹോപ്പ്, ഒരു ഫെയ്ത്ത്, അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അവശേഷിക്കുന്നുണ്ടാവും. പിന്നെ മറ്റുള്ളവരോട് അവരെ വിധിക്കുന്നതിന് പകരം നമുക്ക് അവരോടൊരു കരുണ, അതായത് നമ്മളോട് മറ്റുള്ളവർ ചെയ്തു പോയിട്ടുള്ള പല തെറ്റുകൾക്കും നമുക്ക് ഫൊഗീവ്നെസ് കൊടുക്കാൻ പറ്റുന്നത് സ്പിരിച്വാലിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കുറച്ച് തോന്നലുകൾ വരും. എന്തിനാണ് ഞാൻ ജനിച്ചത്, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, ലൈഫിൽ പലപ്പോഴും നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയപ്പോൾ എന്തിനാണ് ദൈവം നമുക്ക് അങ്ങനൊരു ഓഫർ തന്നത്, അതുകൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചത്, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് പറ്റും. ദൈവം ഒരിക്കലും നമ്മളെ സഹായിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമുക്ക് അവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ ആയിട്ട് പറ്റും. പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ്. പോട്ടെ, നമുക്ക് കുറച്ച് നഷ്ടം ഉണ്ടാകുന്നൊരു കാര്യമാണെങ്കിലും കുഴപ്പമില്ല, നമുക്കറിയാം അതാണ് ശരിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ സ്പിരിച്വാലിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തൃപ്തി കണ്ടെത്തലാണ്. നമ്മുടെ ലൈഫിലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ഡെയിലി കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അത് കുറഞ്ഞുപോയി, കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് കുറച്ചുകൂടി ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പരാതി പറയാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യരാണ്. പക്ഷേ ഇത്തരം പരാതികളൊക്കെ കുറഞ്ഞ് നമുക്ക് ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാണുന്നതിലെല്ലാത്തിലും ഒരു തൃപ്തി കണ്ടെത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് സ്പിരിച്വാലിറ്റി നമ്മളെ വളർത്തിയെടുക്കും.